everyone. So welcome back to another session of Child Rights Unit 1. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു 10 മാർക്സിനൊക്കെ ചോദിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് NGO, അതായത് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് എന്താന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. മെയിൻ ആയിട്ട് എന്താണ് NGO, പിന്നെ അതേപോലെ തന്നെ ഇന്ത്യയിലും തമിഴ്നാട്ടിലുമായിട്ട് വർക്ക് ചെയ്യുന്ന NGOs ഏതൊക്കെയാണ്, എസ്പെഷ്യലി ഫോക്കസ്ഡ് ഓൺ ചൈൽഡ് റൈറ്റ്, കുട്ടികളുടെ ഈ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന NGOs ഏതൊക്കെയാണ്, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. നോക്കിക്കേ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ മെയിൻ ആയിട്ട് നോൺ ഗവൺമെന്റൽ ആണ്. ആ പേരിൽ തന്നെ ഉണ്ട്. ഗവൺമെന്റ് ആയിട്ട് ഇവർക്ക് വല്ല ബന്ധമുണ്ടോ? ഇല്ല. അതായത് ഗവൺമെന്റ് എന്നൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു പ്രോഫിറ്റും എന്താ പറയാ കാണാതെ ഇങ്ങനെയുള്ള റൈറ്റ്സിന് വേണ്ടിയിട്ടും ഇപ്പൊ കുട്ടികളുടെ മാത്രമല്ല പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗനൈസേഷൻസിനെയാണ് നമ്മൾ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ എന്ന് പറയാം. അത് ഒരു പെർട്ടിക്കുലർ ഏരിയ എന്ന് മാത്രമല്ല, ഇപ്പൊ ഹ്യൂമൻ റൈറ്റ്സിലുണ്ട്, ചൈൽഡ് റൈറ്റിലുണ്ട്, അതേപോലെ തന്നെ പ്രകൃതി ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ഉണ്ട്, പൊല്യൂഷന്റെ ഉണ്ട്. സോ ഇവര് മെയിൻ ആയിട്ട് എന്താ പ്രത്യേകിച്ച് ഒരു പ്രോഫിറ്റും കാണാതെ എന്നാൽ നമ്മൾ പറയില്ലേ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ്സ്, അതിനെയാണ് NGOs എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് നമുക്ക് ഇന്ത്യയിലും തമിഴ്നാട്ടിലും എന്നുള്ളത് നോക്കി നോക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെ തമിഴ്നാട്ടില് ആക്റ്റീവ് ആയിട്ടുള്ള തമിഴ്നാടു ചൈൽഡ് റൈറ്റ്സ് വാച്ച്, TNCRW, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് മെയിൻ ആയിട്ട് തമിഴ്നാട് ബേസ്ഡ് ആണ്. ആ പേര് തന്നെ നമുക്കറിയാം അല്ലെ, തമിഴ്നാടു ചൈൽഡ് റൈറ്റ് വാച്ച്. ദിസ് ഇസ് എ നെറ്റ്വർക്ക് ഓഫ് NGOs ആൻഡ് ഇൻഡിവിജ്വൽസ് വർക്കിംഗ് കളക്റ്റീവ്ലി ടു പ്രൊട്ടക്ട് ആൻഡ് പ്രൊമോട്ട് ചൈൽഡ് റൈറ്റ്സ് ഇൻ തമിഴ്നാടു. എന്താ ഈ പറയാൻ പോകുന്ന എല്ലാ NGOസിന്റെ എയിം ഓൾമോസ്റ്റ് സെയിം ആണ്. അതുകൊണ്ട് ഒറ്റ കാര്യം നിങ്ങൾ പഠിച്ചാൽ അതന്നെ ഇങ്ങനെ കഥ എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. അതായത് തമിഴ്നാട്ടിലുള്ള കുട്ടികളുടെ ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാനും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഓർഗനൈസേഷനാണ് തമിഴ്നാടു ചൈൽഡ് റൈറ്റ് വാച്ച് എന്ന് പറയുന്നത്. Then the organization engages in research, advocacy and campaigns to address issues affecting children in the region. അപ്പൊ എന്താണ് ഇവര് മെയിൻ ആയിട്ട് എങ്ങനെയാണ് ഇതെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നത്? റിസർച്ചസ് നടത്തുന്നുണ്ട്. അതായത് എന്താ പറയാ, നമ്മൾ പറയില്ലേ ഇങ്ങനെ ഒരുപാട് എൻക്വയറീസ് അങ്ങനെ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ക്യാമ്പയിൻസ്, അതേപോലെ തന്നെ ഒരുപാട് വേറെയും കുറെ പ്രോഗ്രാംസ് ഒക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചൈൽഡ് റൈറ്റ്സ് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം അതിന്റെ ഇമ്പോർട്ടൻസ് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയും അതേപോലെ തന്നെ അങ്ങനത്തെ കേസസ് വരുമ്പോൾ അതിനെ ഡീൽ ചെയ്യും, അങ്ങനത്തെ ആൾക്കാർക്ക് അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ NGO ആണ് TNCRW എന്ന് പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രൈ എന്താണ്? ചൈൽഡ് റൈറ്റ്സ് ആൻഡ് യു. ഇത് മെയിൻ ആയിട്ട് ഓപ്പറേറ്റ്സ് അക്രോസ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് പ്രോജക്ട്സ് ഇൻ തമിഴ്നാടു. അപ്പൊ എന്താ നേരത്തെ പറഞ്ഞത് തമിഴ്നാട് മാത്രമുള്ളതായിരുന്നു, പക്ഷെ ക്രൈ എന്ന് പറയുന്നത് എന്താ ത്രൂ ഔട്ട് ദ ഇന്ത്യ ഉള്ളതാണ് ക്രൈ എന്ന് പറയുന്നത്. The organization focus on issues like child labor, education and health care. ഇത് എന്താണ് കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചൈൽഡ് ലേബറിന്റെ ഇഷ്യൂസ്, അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ഹെൽത്ത് കെയർ അതൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു NGO ആണ്. By collaborating with parents, teachers, Anganwadi workers, communities, district and state level governments and the kids themselves, CRY addresses the vital needs of children in the areas of healthcare, nutrition, education and protection from child labor and child marriage. അപ്പൊ ഇവരുടെ ഒരു ഏരിയ ഓഫ് വർക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇവര് എല്ലാവരുമായിട്ടും കൊളാബറേറ്റ് ചെയ്യും. അതായത് പാരന്റ്സ്, ടീച്ചേഴ്സ്, കുട്ടികളുമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന എല്ലാവരുമായിട്ട് ഇടപഴകി അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് CRY എന്ന് പറയുന്നത്. Over 3 million children in 19 Indian states have benefited from CRY's work over the past 42 years. പറയേണ്ട ആവശ്യമില്ലല്ലോ, അത്രയും എന്താ പറയാ ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് CRY എന്ന് പറയുന്നത്. ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഭാരതി ട്രസ്റ്റ് ആണ്, മെയിൻലി ബേസ്ഡ് ഇൻ തമിഴ്നാടു. ഭാരതി ട്രസ്റ്റ് വർക്ക് ഓൺ ചൈൽഡ് റൈറ്റ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ഇനീഷ്യേറ്റീവ്സ്. ആവശ്യമുണ്ടോ? നിങ്ങൾ ആ പേര് മാത്രം എന്ത് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുക. അതിന്റെ ഉള്ളത്തെ കണ്ടന്റ് ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ്. അപ്പൊ ഈ ഭാരതി ട്രസ്റ്റ്, CRY അല്ലെങ്കിൽ എന്താ ഫസ്റ്റ് പറയുന്നത്, ഇതെല്ലാം ഓരോ ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ആ പേര് നിങ്ങൾ മെയിൻ ആയിട്ട് സബ് ഹെഡിങ് ആയിട്ട് പഠിക്കാൻ നോക്കാം കേട്ടോ. Then
നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ വർക്കിംഗ് ഫോർ ചൈൽഡ് റൈറ്റ്സ് ഇൻ ഇന്ത്യ. എന്താ വേറെ ഏതൊക്കെയാണെന്നാ പറയുന്നത്? ഒന്ന് സ്മൈൽ ഫൗണ്ടേഷൻ. ഇൻ 2002 ദ സ്മൈൽ ഫൗണ്ടേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഡൽഹി ടു സപ്പോർട്ട് ഡിസഡ്വാൻറ്റേജ്ഡ് ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ. This foundation assists over 15 lakh children and their families each year in 25 Indian states and over 2000 rural villages. അപ്പോൾ സ്മൈൽ എന്ന് പറയുമ്പോൾ ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ പറയില്ലേ ആദിവാസി കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു താഴ്ത്തപ്പെട്ട കിടക്കുന്ന കുട്ടികൾക്ക് അവരുടെ എഡ്യൂക്കേഷനും അവരുടെ പ്രൊട്ടക്ഷനും ഡെവലപ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നൊരു ഫൗണ്ടേഷനാണ് സ്മൈൽ എന്ന് പറഞ്ഞിട്ടുള്ള. അതിന്റെ ഓഫീസൊക്കെ എവിടെയാണ്? ഡൽഹിയിലാണ് വരുന്നത്. സേവ് ദ ചിൽഡ്രൻ ഇസ് എ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് NGO with a significant presence in India. The organization works on various aspects of child rights, including education, healthcare, protection from exploitation, and emergency response during disasters. ഈ സേവ് ദ ചിൽഡ്രൻ എന്ന് പറയുന്നത് ഗ്ലോബലി ഉള്ളൊരു NGO ആണ്. ഇന്ത്യയിൽ മാത്രമല്ല, ഗ്ലോബലി ആണ് അവർ വർക്ക് ചെയ്യുന്നത്. ഇന്ത്യയിലും അവരുടെ ഒരു സിഗ്നിഫിക്കന്റ് റോള് കാണുന്നുണ്ട്. അപ്പൊ ഇവര് ചൈൽഡ് റൈറ്റ്സ് മാത്രമല്ല, നമ്മുടെ എന്താ പറയുക ഇമ്മീഡിയറ്റ് റെസ്പോൺസ് അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷനിൽ ഡിസാസ്റ്റർ ഒക്കെ വരുമ്പോൾ എമർജൻസി സിറ്റുവേഷനിലും കൂടി ഇവർ ഇൻവോൾവ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ പ്ലാൻ ഇന്ത്യ. It is a part of the Plan International Federation and focus on children's rights and gender equality. The organization operates in several states implementing programs related to education, health and protection. ഇതും എന്താണ്? ഈ പറഞ്ഞ പോലെ തന്നെയുള്ള വേറൊരു NGO ആണ്. പ്ലാൻ ഇന്റർനാഷണൽ ഫെഡറേഷന്റെ അതിന്റെ പാർട്ടായിട്ട് വരുന്നതാണ് പ്ലാൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. എന്താ ബച്പൻ ബച്ചാവോ ആന്തോളൻ? ആ പേരിൽ തന്നെ ഉണ്ട് എന്താന്നുള്ളത്. ഇറ്റ് ഈസ് എ ഡെഡിക്കേറ്റഡ് ടു എറാഡിക്കേറ്റഡ് ചൈൽഡ് ലേബർ ആൻഡ് ട്രാഫിക്കിംഗ്. ദ ഓർഗനൈസേഷൻ കണ്ടക്ട് റെസ്ക്യൂ ഓപ്പറേഷൻ, rehabilitates rescued children and advocates for policy changes to protect their rights. ഇപ്പൊ എന്താ പറയുന്നത്? ഇതൊന്ന് നോക്കി വെച്ചോളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ചൈൽഡ് റൈറ്റ് ആണ്, കോമൺ ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. എന്നാൽ BBA അല്ലെങ്കിൽ ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ചൈൽഡ് ലേബറും ട്രാഫിക്കിംഗ് ആണ്. എന്ന് വെച്ചാൽ ബാലവേലയും അതേപോലെ തന്നെ ഈ കുട്ടികളുടെ മനുഷ്യക്കടത്ത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അടിമകളായിട്ടും അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങൾക്കും ട്രാഫിക്കിംഗ്, കടത്തുക എന്ന് പറയില്ലേ, മനുഷ്യക്കടത്ത്. അത്തരത്തില് കുട്ടികളെ ഇങ്ങനെ കടത്തി കൊണ്ടുപോകുക, ആ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു NGO ആണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത്. പിന്നെ ഒന്നാണ് പ്രഥം. It is an education focused NGO that operates nationally including in Tamil Nadu. Organization works to improve learning outcome for children through innovative education program, teacher training and community engagement. അപ്പൊ എന്താണ് പ്രഥം എന്ന് പറയുന്നത്? എഡ്യൂക്കേഷനെ ഫോക്കസ് ചെയ്തിട്ടും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത് ചൈൽഡ് ലേബർ അല്ലെങ്കിൽ ട്രാഫിക്കിങ്ങിനെ ബേസ് ചെയ്തിട്ട്, പിന്നെ പ്ലാൻ ഇന്ത്യ, സേവ് ദ ചിൽഡ്രൻ എന്നൊക്കെ പറയുന്നത് കോമൺ ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. സ്മൈൽ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഡിസഡ്വാൻറ്റേജഡ് ആയിട്ടുള്ള ചിൽഡ്രന് വേണ്ടിയിട്ടാണ്. ഭാരതി ട്രസ്റ്റും കോമൺ ആയിട്ട് എഴുതാം. ക്രൈ എന്ന് പറയുമ്പോൾ ത്രൂ ഔട്ട് ദ ഇന്ത്യ ഉള്ളതാണ്. അതേപോലെ തന്നെ TNCRW എന്ന് പറയുന്നതും തമിഴ്നാട്ടിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ NGOസിൽ വരുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, നമുക്കിപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8 NGOs ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഈ 8 എണ്ണവും സബ് ഹെഡിങ് ആയിട്ട് എന്താണ് NGO എന്നുള്ളത് എഴുതുക. അവരെന്തിനു വേണ്ടിയിട്ടാണ്? ചൈൽഡ് പ്രൊട്ടക്ഷൻ, ഡെവലപ്മെന്റ്, അതേപോലെ തന്നെ റൈറ്റ്സ്, ഈക്വാലിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങളില്ലേ, അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഓരോന്നും 1, 2, 3 എന്നിട്ടിട്ട് സബ് ഹെഡിങ് ഇട്ടിട്ട് നീറ്റായിട്ട് കഥ എഴുതുന്ന പോലെ എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട്. ബൈ ബൈ.